എൻ്റെ പേര് മഞ്ചത്തല സുരേഷ് എന്നാണ്. ആലമൂട്ടിലെ കൗൺസിലറാണ്. എൻ്റെ വാർഡിലെ വികസനത്തോടൊപ്പം എൻ്റെ വാർഡിലെത്തുന്നവർ മഴ നനഞ്ഞും വെയിൽ കൊണ്ടും ബസ് കാത്തു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ ഈ ഹൈവേയുടെ രണ്ട് സൈഡുകളിലും, ഒന്ന് ടി ബി ജംഗ്ഷനിലും ഈ ആലമൂട്ടിലും ഞാനൊരു വെയിറ്റ് ഷെഡ് എൻ്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് തന്നെ നിർമ്മിച്ചതാണ്. ഇതിൽ മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടോ MLA ഫണ്ടോ മറ്റുള്ളതൊന്നുമില്ല. അവരെ ഫണ്ടുകൾ ഉപയോഗിക്കാനെന്ന് പറയാൻ ഹൈവേ വികസനം വരുന്നത് കൊണ്ട് ഈ ഹൈവേയിൽ ഇപ്പോൾ ഒരു വെയിറ്റ് ഷെഡ് പണിയുന്നതിനുള്ള സാഹചര്യമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവരെ MP ആയിരുന്നാലും MLA ആയിരുന്നാലും നഗരസഭയായിരുന്നാലും ഫണ്ട് തരുന്നുള്ളതാണ്. അതുകൊണ്ട് അതുവരെ ഇവിടുത്തെ ജനങ്ങൾ വന്ന് ബസ് കാത്ത് നിൽക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ, കൈക്കുഞ്ഞുമായി നിൽക്കുന്നവർ വലിയ പൊരുവെയിലത്തും മഴയത്തും ഒതുങ്ങി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും വെയിറ്റ് ഷെഡ് നടത്തുന്നത്. ആ വെയിറ്റ് ഷെഡിന് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഈ കാണുന്നത് പോലെ യാത്രക്കാർ വന്നിരുന്ന് ബസ് കയറി പോകും. പക്ഷേ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പിൽ എങ്ങനെയോ ഇത് ഒരു തകർന്നപ്പെട്ട രീതിയിൽ കാണുന്നത്. ഇത് ആര് തകർത്തു, എങ്ങനെ തകർത്തു എന്നുള്ളൊരു വ്യക്തമല്ല. ഇവിടുത്തെ CCTVകൾ കംപ്ലീറ്റ് നോക്കിയപ്പോഴൊന്നും ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ല. എന്തായാലും ഇത് ആരെങ്കിലും സാമൂഹ്യ വിരുദ്ധരാണെന്നുണ്ടെങ്കിൽ ആ സാമൂഹ്യ വിരുദ്ധരെ ഉടനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന്. ഒരു സാമൂഹ്യ വിരുദ്ധരെന്ന് പറയാൻ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു കുളം, ഇഴക്കുളം എന്ന് പറഞ്ഞാൽ 40 വർഷം കൊണ്ട് പണി ചെയ്യാതെ ഈ മാലിന്യം മൊത്തം വന്നിറങ്ങുന്ന ഒരു കുളമുണ്ട്. ആ കുളത്തിലേക്ക് 1,65,00,000 രൂപ മുടക്കി പണിതുകൊണ്ടിരിക്കുമ്പോൾ ആ കുളത്തിൻ്റെ ഉപകരണങ്ങളായിട്ടുള്ള മോട്ടറും കമ്പിയും സിമൻറ്റും ഉൾപ്പെടെ ആ പലകകൾ ഉൾപ്പെടെ മോട്ടിച്ചുകൊണ്ട് പോയ ദയനീയ കാഴ്ചയാണ്. ആ ദയനീയ കാഴ്ച വളരെ സങ്കടമായി. കാരണം കോൺട്രാക്ടറിന് വളരെയധികം നഷ്ടമുണ്ടായി. അതിൽ പോലീസിൽ പരാതി കൊടുത്തു. ശക്തമായ നിലപാട്. പോലീസ് അതിൻ്റെ പിന്നാലെ അന്വേഷണവുമായി നിരന്തരമായി ആ മേഖലയിൽ മോഷണം നടത്തുന്നവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിലുള്ള വൈരാഗ്യമാകും. അല്ലാതെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാരും വൈരാഗ്യ ചിന്താഗതികളില്ല. അല്ലാതെ എനിക്കെതിരായിട്ടുള്ള ആരും ഇവിടെ ഇല്ല. അല്ല എനിക്ക് ഇതിനു വേണ്ടിയുള്ള എതിരായിട്ടുള്ളവരാരും ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ചെയ്ത കുറ്റകൃത്യം ചെയ്തത് ഏത് രീതിയിലാണ് ചെയ്ത് അവരെ കണ്ടുപിടിക്കണമെന്നുള്ള രീതിയിലാണ് ആവശ്യപ്പെടുന്നത്. എൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല, ഇവിടെ വന്ന് ബസ് കയറുന്ന പുറത്തുള്ളവർക്ക് വേണ്ടിയാണ് ചെയ്തത്. സാധാരണ കൗൺസിലർ എന്നുള്ള രീതിയിൽ നമ്മുടെ വാർഡിലുള്ളവർക്ക് വേണ്ടിയാണ് ചെയ്തത്. ഞാൻ ഇത് പുറത്തുള്ളവരെ, ഇവിടെ വന്ന് ബസ് കാത്ത് നിൽക്കുന്നവരെല്ലാം ദൂരെ, നേരത്തെ ആശുപത്രിയിൽ വരണവർ, സിവിൽ സ്റ്റേഷനിൽ വരണവർ, ഇവിടെ പഠിക്കാൻ വരുന്ന അങ്ങനെയുള്ളവരാണ് ഇവിടെ ബസ്സുമായിട്ട് കാത്തു നിൽക്കും. സാധാരണ മറ്റൊരു സ്ഥലത്താണെങ്കിൽ ആ വാർഡിലുള്ള ജനങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നതിന് വേണ്ടി ബസ് കാത്തു നിൽക്കുന്ന അവസ്ഥയാണ്. ഇതവിടെയല്ല, ഇത് KSRTC സ്റ്റാൻഡ് തൊട്ടപ്പുറത്താണ്. ആ സ്റ്റാൻഡിൻ്റെ ഇവിടെയായിട്ട് ഈ 2 ഭാഗങ്ങളിൽ പുറത്തു നിന്നുള്ള റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്നവർ TB ജംഗ്ഷനിൽ കാത്തു നിൽക്കുകയും ഈ ഭാഗത്ത് നെയ്യാറ്റിക്കര ആശുപത്രി, സിവിൽ സ്റ്റേഷൻ തുടങ്ങിയ സ്ഥാപനങ്ങൾ വരുന്നവർ ഇവിടുന്ന് ബസ് കയറി തിരുവനന്തപുരം ഭാഗത്തേക്കും അല്ലെങ്കിൽ അടിമലത്തുറ, കാഞ്ഞിരംകുളം, അങ്ങോട്ട് നെല്ലിമൂട് ഭാഗത്തേക്ക് പോകുന്നവരാണ് ഇവിടെ ബസ് കാത്തു നിൽക്കുന്നത്. ഇതിപ്പോ എത്ര വർഷമായി വെയിറ്റിംഗ് ഷെഡ്? ഇപ്പൊ ഒരു 6 മാസം ആയതേ ഉള്ളൂ. 6 മാസം. ഇവിടെയും വേറെ എവിടെയൊക്കെ? ഇവിടെ TB ജംഗ്ഷനിൽ ആണ്. ഇപ്പൊ ഈ ഒരു വെയിറ്റിംഗ് ഷെഡിന് എത്ര രൂപയാവും? ഏകദേശം 60,000 രൂപ കൂടുതലായി. 60,000 രൂപ കൂടുതലായി.